സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ എഴുതുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു സമയം ഒരു 2 മണിക്കായി കാണും. അപ്പോൾ ഇന്നലെ നമ്മുടെ ഓപ്പൺ ഡേ ആയിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ എന്തായാലും സ്കൂളിൽ ഓപ്പൺ ഡേക്ക് പോകുമ്പം കടയിൽ കയറാതെ ഒന്നും നമ്മൾ വരുന്ന ഇഷ്ടമില്ല. പക്ഷേ ഈ വർഷത്തെ ഓപ്പൺ ഡേ മിഡ് ടേമിൻ്റെ ഓപ്പൺ ഡേക്ക് ഞാൻ പോയില്ല. പിന്നെ ഈ സെമസ്റ്ററിൻ്റെ പോയി. ബട്ട് അല്ലാതെ എൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയെങ്കിലും അവിടെ ഞാൻ കയറിയിട്ടില്ല. നമ്മുടെ ഗുജറാത്തി ഷോപ്പിൽ ഞാൻ എപ്പോഴും ചെറിയ കയറാറുള്ള ഒരു പ്രാവശ്യം കൊണ്ട് വലുതിൽ കയറിയപ്പോൾ ഒരു ലിപ്പ് ലൈനർ മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞാനെൻ്റെ വണ്ണോക്കി ഇറങ്ങി. അതായത് എനിക്ക് ആവശ്യമെന്ന് വെച്ചാൽ ചീറ്റോസ് ലീസൊക്കെ മേടിച്ചു ഞാനിങ്ങ് ഇറങ്ങി. പിന്നെ ഈ പ്രാവശ്യം അവിടെ പോയിപ്പം എനിക്ക് അങ്ങനെ വലിയ എയിമൊന്നും ഇല്ലായിരുന്നു. ബട്ട് എനിക്ക് ഇച്ചിരി ക്യൂട്ട് തിങ്സ് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കുറേ നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സോ ഗൈസ്, ഫസ്റ്റ് നല്ല ഈ സ്റ്റിക്കറാണ് എടുത്തത്. ഇത് 60 റുപ്പീസാണ്. ഇതിൽ 14 പീസസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് മൊത്തം 14 എണ്ണവും ഇങ്ങനെ വന്നത്. ബട്ട് ഞാൻ ഹാഫായിട്ട് ഇങ്ങനെ ഒടിച്ചു. ഇതാണ് ഫസ്റ്റ് സെറ്റ് സ്റ്റിക്കർ. സെക്കൻഡ് സെറ്റ് ഇതാണ് കേട്ടോ. സോ ഇതിൽ ഒന്നായിരുന്നു. ഞാൻ ഇത് നടുക്ക് വെച്ചങ്ങ് ഒടിച്ചത്. ഒടിഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ ഇതാണ് സെക്കൻഡ് സെറ്റ് സ്റ്റിക്കർ. പിന്നെ ഈ പ്രാവശ്യം അത്ര വലുതായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഒരു പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് ആ മുട്ടയല്ലേ, ഒരു മുട്ട കിൻഡർ ചാർട്ട് കണക്കത്തെ സാധനം. പക്ഷേ ആ മുട്ട വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. ആ സാധനമായിരുന്നു അതല്ല. ആ മുട്ടയെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിക്കാതെ വെച്ചേക്കും. പിന്നെ അതാണ് ഇതിൻ്റെ പൈസ എനിക്ക് അറിയത്തില്ല. എന്നെ അവിടെ നിന്ന് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായി തോന്നിയപ്പോൾ മേടിച്ചതാണ്. ക്രോമിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ വരുന്ന ബുക്ക് ഉണ്ടായിരുന്നു. ബട്ട് അത് മേടിക്കാന്ന് വെച്ചാൽ ഇതിലൊരു പെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഒരു ഡയറി ഇങ്ങനെ എഴുതണം. പെൻ തപ്പിക്കൊണ്ട് നടക്കണ്ടല്ലോ, ഞാൻ ഇത് മേടിച്ചത്. ഓ എവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പേരെഴുതി നമ്മൾ മേടിച്ച സ്റ്റിക്കർ അടിച്ചു. പിന്നെ അല്ലാത്തൊരു കവായി സ്റ്റിക്കർ എഴുതിക്കൊണ്ടായിരുന്നു, ഞാൻ ഒട്ടിച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ കൗണ്ട് ഡൗൺ ഇന്നലെ ഉണ്ടാക്കിയതാണ്. 22 മാർക്ക് ചെയ്തു. ഇന്നലെ ഇപ്പോൾ 23rd മാർക്ക് ചെയ്തു. ഇതാണ് കണ്ടോ, ഒരു പെണ്ണൊക്കെ ഉണ്ട്. പെൻ നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു പെണ്ണാണ് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് കളയാൻ വേണ്ടി ഇവിടെ നിൽക്കിയാൽ മതി. ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ. അവിടെ ഞാൻ ബുക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ അകത്ത്. പക്ഷെ ഞാൻ അവിടെ കയറിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എനിക്ക് വേണ്ട ബുക്കില്ലായിരുന്നു. ഞാനൊരു ബുക്ക് നോക്കി വെച്ചു, പക്ഷെ ഞാൻ വെച്ചുകൊണ്ട് അവരത് ഇതാണ്. സ്റ്റിക്കേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. എപ്പോഴും യൂസ് ചെയ്തേക്ക് തിക്കാൻ വയ്യ. അത് തന്നെയാണ് കാരണം. പിന്നെ എൻ്റെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്.